പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം. മോർണിംഗ് മന്ന സന്ദേശങ്ങൾ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ദൈവവചനത്തിൻ്റെ ആധികാരികത നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വചനം മാറോട് ചേർക്കാൻ, ഈ വചനത്തിലെ സത്യങ്ങളെ ഉൾക്കൊള്ളാൻ, ഈ വചനം നമ്മുടെ ജീവിതത്തിലെ അനുഭവവേദ്യമാക്കാൻ ദൈവം തരുന്ന ഓരോ അവസരങ്ങളും അതിൻ്റെ സൂക്ഷ്മതയോടെ, അതിൻ്റെ ശ്രേഷ്ഠതയോടെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയട്ടെ, ഏറ്റെടുക്കാൻ കഴിയട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദാനിയേലിൻ്റെ ജീവിതത്തിൽ ശുഭത ലഭിക്കുവാനിടയായി തീർന്ന രണ്ട് കാര്യങ്ങളാണ്. അത് 6-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, പിശാച് രണ്ട് രീതിയിലാണ് ഒരു ദൈവപൈതനെ തകർക്കാനായിട്ട് നോക്കുന്നത്. ഒന്ന്, കഷ്ടത, ദാരിദ്ര്യം, ഞെരുക്കം, പട്ടിണി, നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിക്കും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതൽ, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയങ്ങളെ കൊടുത്ത് അതിനകത്തുനിന്ന് പൂർണ്ണമായിട്ടുള്ള ജയം പ്രാപിക്കും. യോബ് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. രണ്ടാമത് പിശാച് തന്ത്രം മാറ്റും കേട്ടോ. ചോദിക്കാത്ത നന്മ തരും, ആഗ്രഹിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും. എന്തിനാണെന്നറിയാമോ? ഈ ദൈവത്തിന് അകല. ഞാനിങ്ങനെ പറയാറുണ്ട്, നിന്നെ പിശാച് പുറകോട്ട് വലിക്കും, പക്ഷെ നീ വിട്ടുകൊടുക്കരുത്. 2, പിശാച് നിന്നെ മുന്നോട്ട് തള്ളും, ആ പ്രലോഭനത്തിനകത്ത് നീ വീണു പോകരുത്. അങ്ങനെ നിന്നാൽ ദാനിയേലിനെ പോലെ ഉയർച്ചകളും മാന്യതകളും ലഭിക്കും. 6-ാം അധ്യായം ദാര്യാവേശ് രാജാവ് ദാനിയേലിനെ മാനിക്കുന്നൊരു കാര്യമാണ്. ഏറ്റവും ഉന്നതരായ 3 വ്യക്തികളിൽ അഗ്രഗണ്യനായ ദാനിയേലിനെ, വിശ്വസ്തനായ ദാനിയേലിനെ രാജാവ് സർവ്വദേശത്തിനും അധിപതിയാക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ കൂടെയുള്ളവർ അവനെതിരായിട്ട് ഗൂഢാലോചന നടത്തുകയാണ്. അവിടെ പറയുന്ന 2 പദമുണ്ട് 6-ാം അധ്യായത്തിൽ. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവനൊരു തെറ്റും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. വിശ്വസ്തത എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. വിശ്വസ്തനാന്നൊക്കെ മലയാളത്തിൽ പറയാൻ പറ്റും, പക്ഷേ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ പലപ്പോഴും പരാജയപ്പെടുന്നത് നമുക്ക് ചുറ്റുപാടുകളിൽ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ വ്യത്യസ്തനായിരുന്നു ദാനിയേൽ. അവൻ കൂടുതൽ വിശ്വസ്തനായപ്പോൾ അവിശ്വസ്തരായവർ കൂടുതൽ എതിരാളികളായിട്ട് മാറി. ആരോ പറയുന്നല്ലോ, പക്ഷേ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഈ സ്ഥാപനത്തിൽ, ഞാൻ ഈ ഓഫീസിൽ, ഞാൻ ഇത്ര ആത്മാർത്ഥതയോടെ നിന്നിട്ടും എനിക്ക് പാര വെക്കുന്നവരേ ഉള്ളൂ, എനിക്കെതിരായിട്ട് നിൽക്കുന്നവരേ ഉള്ളൂ. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ ദൈവമക്കളെ, ലോകം അങ്ങനെ. പക്ഷേ ഏറ് കൊള്ളുമ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നൊരു വൃക്ഷം നല്ല ഫലമേ പുറപ്പെടുവിക്കത്തുള്ളൂ. ഏറ് കൊണ്ട് ആ ഫലം വീഴുമ്പോഴും അതിന് നല്ല ഫലം പുറപ്പെടുവിക്കാനേ കഴിയത്തുള്ളൂ. ദാനിയേൽ അങ്ങനെയുള്ളൊരു വ്യക്തിത്വമായിരുന്നു കേട്ടോ. അവൻ വിശ്വസ്തനായിരുന്നു കേട്ടോ. രണ്ടാമതായിട്ട് അവൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അത് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇൻട്രൊഡക്ഷൻ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ പറയാം. പ്രാർത്ഥനയെന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത അനുഭവമാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു അനുഭവമാണ്. ദൈവത്തോട് സംസാരിക്കുന്ന മാധ്യമമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം വെറും വരണ്ട അവസ്ഥയിൽ ഡ്രൈ ആയിട്ട് പോകാനിടയായിത്തീരും. പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയും, ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാണ് ദൈവമക്കളെ? കുറേ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി കൊണ്ടുവന്ന് അങ്ങ് വെച്ചിട്ട് പോകുന്നൊരു അനുഭവമാണോ? അതോ ആ പ്രാർത്ഥനയിൽ ആരാധനയുണ്ടോ? ആ പ്രാർത്ഥനയിൽ ദൈവശബ്ദം കേൾക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഇടപെടലുകൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് ലഭിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നല്ല ഒരു ഉന്മേഷത്തിൽ, ഒരു ഊർജത്തിൽ നമുക്ക് എഴുന്നേൽക്കാനായിട്ട് കഴിയും. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിജയം എന്ന് പറയുന്നത് പതിവ് പോലെയുള്ള ഒരു പ്രാർത്ഥനയാണ്. ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നൊരു പതിവാണ്. ആ ഒരു പതിവ് ഞാനും നിങ്ങളും
ദൈവഹിതപ്രകാരം ബിൽഡ് ചെയ്തെടുത്താൽ ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂലത്തിലും ജയിച്ച് കരുത്ത് പ്രാപിച്ച് മുന്നേറാൻ നമുക്ക് കഴിയണം കേട്ടോ. എന്തുകൊണ്ടാണ് ദാനിയേലിന് പതിവുപോലെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്? അവന് ഈ ഭൂമിയിൽ ലഭിച്ച മാന്യതകളും ഈ ഭൂമിയിൽ ലഭിച്ച അനുഗ്രഹങ്ങളും ഒന്നും അവന് വലിയതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ, ഇതൊക്കെ താൽക്കാലികമാണ്, നശിച്ചു പോകുന്നതാണ് എന്നൊരു ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിനകത്ത് നമുക്ക് കർത്താവിന് മാത്രം സ്ഥാനം കൊടുക്കാനായിട്ട് കഴിയും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പ്രാർത്ഥനയെ തുടരാൻ കഴിയും, എപ്പോഴും നമുക്ക് ആത്മാവിൽ മുന്നേറാനായിട്ട് കഴിയും. അങ്ങനൊരു തലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. നാളെ നമ്മളതിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കും. അങ്ങനൊരു തലം ദൈവം നമുക്കൊരുമിച്ച് തരും കേട്ടോ. ഹല്ലേലൂയ. എപ്പോഴും ഒരു ആത്മാന്തരീക്ഷത്തിനകത്ത് നടക്കുന്ന, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷം ദൈവം തരുമെന്നേ. ആഗ്രഹിക്കണം, മനസ്സ് വെക്കണം. നിൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയം ഇരിക്കുമെന്ന വാക്യം പറയുന്നത്. ഹൃദയത്തിനകത്ത് നമ്മൾ എവിടെ എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതുമായിട്ടായിരിക്കും നമ്മുടെ കണക്ഷൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന് മാത്രം ഹൃദയം കൊടുക്കാം, കർത്താവിന് മാത്രം മുറുകെ പിടിക്കാം, കർത്താവിൽ മാത്രം ജീവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, എനിക്ക് ആ അനുഭവം വേണമെന്ന് ചിലരിപ്പോൾ ഈ മെസ്സേജ് കേട്ടപ്പോൾ പറഞ്ഞല്ലോ. അവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുക. ആത്മനിയോഗത്തിൽ, ദൈവ സാന്നിധ്യത്തിൽ മണിക്കൂറുകൾ വ്യത്യസ്ത രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നേറാൻ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഒരു കൃപ പകർന്നാട്ട് എല്ലാവരും പ്രാർത്ഥിച്ച് കഴിയുന്ന നിമിഷത്തിൽ തന്നെ അവരുടെ മേൽ അങ്ങനെ ഒരു പുതപ്പ് വന്ന് വീണു എന്നുള്ളൊരു ബോധ്യം സ്വർഗം കൊടുക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വം എടുക്കട്ടെ, ദൈവനാമം മാത്രം മഹത്വം എടുക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.